ഒരു സമയം നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സിരുബാബേലിലുള്ള യഹോവയുടെ അരുളപ്പാടാണിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ എത്ര എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ എത്ര എന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്ത് പറയുമ്പോൾ പ്രവേശനോ ദൈവം തന്റെ കാര്യനിർവഹണത്തിന് വേണ്ടി ഒരു മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രയത്നം കൊണ്ടോ അവന്റെ സ്വന്തം പ്രാപ്തി കൊണ്ടോ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് വിജയം. പ്രവേശനം അതിന് വലിയ സൈന്യവും വലിയ ശക്തിയൊന്നും വേണ്ട. പിന്നെ എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ലോകത്തിലുള്ള വലിയ സൈന്യത്തെക്കാളും ശക്തിയെക്കാളും നമുക്കുള്ള അറിവ് പരിജ്ഞാനത്തെക്കാളൊക്കെ ഉപരിയായി പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ച ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്രത്യേകമായ കാര്യനിർവഹണത്തെ പൂർത്തീകരിപ്പാൻ ശക്തനാണ് പരിശുദ്ധാത്മാവ്. ഇതാണ് ഇവിടെ സെരുബാബേലിന്റെ ജീവിതത്തിലും ദൈവം പറയുന്നത്. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല സെരുബാബേലേ, നീ ദൈവത്തിന്റെ ആലയത്തിന്റെ തുടക്കം തൊട്ട് അവസാനം പണി പൂർത്തിരിക്കുന്ന വരെ എന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നതുകൊണ്ട് സമയാസമയങ്ങളുള്ള ആലോചനകളെല്ലാം നിനക്ക് തന്ന് പണി പൂർത്തീകരിക്കും. ഇടയ്ക്ക് വിമർശനങ്ങൾ ഉണ്ടാകാം, ശത്രുവിന്റെ ഭൂരികൾ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാം, നിന്നെ മടിപ്പിക്കുന്ന അനവധി ചിന്തകൾ വന്നേക്കാം. പക്ഷേ നീ തളരാതെ നിൽക്കുവാൻ വേണ്ടിയാണ് എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകരുന്നത്. എത്ര യാഥാർത്ഥ്യമല്ലേ പ്രൈസലോട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും ഇതേപോലെയുള്ള അനുഭവത്തിൽ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ തളർന്നു പോകാമായിരുന്നു. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച രക്ഷയിൽ നിൽക്കുന്ന ദൈവമക്കൾ അവരുടെ സ്വന്തം കഴിവുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും അല്ല ചെയ്തെടുക്കുന്നത്. ദൈവം അവരുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് അവരെ ഓരോ ദിവസവും ദൈവം മുന്നോട്ട് നടത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള വിഷയങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ കർത്താവിൽ നാം ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ തകർന്നു പോകാതിരിക്കാൻ, ഹല്ലേലൂയ, പരിശുദ്ധ ആത്മാവായിരിക്കുന്ന നങ്കൂരം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ ഒരു നങ്കൂരമായിട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സംഗീതക്കാരൻ പറയും, ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും എന്ന സംഗീതക്കാരൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 40, ഹല്ലേലൂയ, സ്തോത്രം, 6-ാം സങ്കീർത്തനം വായിക്കും കാണുന്നുണ്ട്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, 4-ാം വാക്യത്തിൽ ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ, ഹല്ലേലൂയ, അത്യുന്നതന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന വചനം വായിക്കുമ്പോൾ 4-5 വാക്യങ്ങളിൽ പറയുന്ന സന്താപ അവസരങ്ങളിലും സന്തോഷ വേളകളിലും ദൈവശബ്ദം കേൾക്കുക കഴിയണം. സന്താപത്തിന്റെ അവസരം കടന്നു വരാം, സന്തോഷത്തിന്റെ അവസരം കടന്നു വരാം. അവിടെയെല്ലാം ദൈവശബ്ദം കേൾക്കുവാൻ കഴിയണം. ശാന്തമായി ഒഴുകുന്ന കൃപയാകുന്ന നദി ദൈവനഗരത്തെ അഥവാ ദൈവസഭയെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സഭയുടെ മധ്യേ ക്രിസ്തു വഹിക്കുന്നത് കൊണ്ട് ദൈവസഭയെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും തകർന്നു പോകാവുന്ന സാഹചര്യങ്ങൾ പിശാച് ഒരുക്കിക്കൊണ്ടുവരുമ്പോൾ ആമേൻ, സെരുബാബേലിനെ വിലപ്പെടുത്തിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടും കൂടി ഇരുന്നിട്ട് പറയാറുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം, എന്റെ ആത്മാവിൽ നീ വസിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധികൾക്ക് നിന്നെ തളർത്തുവാൻ കഴിയില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് പറയട്ടെ, എല്ലാ ദിവസവും നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്.
പക്ഷെ ഇന്ന് ഞാൻ പറയും, പരിശുദ്ധാത്മാവാകുന്ന നങ്കൂരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചാൽ കാറ്റും കോളും അടിച്ചാലും തോണി മുങ്ങാതെ, ജീവിതമാകുന്ന നിങ്ങളുടെ പടകും മുങ്ങാതെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും രക്ഷിക്കപ്പെടുന്ന, മാനസാന്തരപ്പെടുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ലോകത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് രക്ഷ തരുന്നു, മാനസാന്തരത്തെ കൊണ്ടുവരുന്നു. വിശ്വാസ സ്നാനം നമ്മൾ സ്വീകരിക്കുന്നു. അടുത്ത നമ്മൾ ആത്മസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കണമെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസ സ്നാനവും ആത്മസ്നാനവും ഏറ്റു നിൽക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പരിശുദ്ധാത്മാവില്ലെന്നും അങ്ങനെ ഒരു സാഹചര്യമില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനവധി സഭകളുണ്ട് വേർപെട്ട കൂട്ടങ്ങളിൽ. എല്ലാവരും ഈ കറുത്ത വേദവും സത്യവേദപുസ്തകം പിടിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നവരുടെ കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും ജ്ഞാനം കൊണ്ടും ഒക്കെ ഈ ദൈവവചനം പ്രസംഗിക്കും. ഹല്ലേലൂയ. അങ്ങനൊക്കെ കഴിയും. നമ്മുടെ അറിവ് കൊണ്ട്, കഴിവുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട് നമുക്ക് എന്തും ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്കെല്ലാം അതിന്റെ കൃത്യത ചെയ്യുവാൻ കഴിയുന്നത്. അവിടെ ആത്മാവില്ലാത്ത അനവധി സഭകളുണ്ട്, പരിശുദ്ധാത്മാവില്ലാത്ത. എന്തിനേറെ രക്ഷയില്ല, സ്നാനമില്ല, മാനസാന്തരമില്ല, വിശ്വാസ സ്നാനമില്ല, ആത്മസ്നാനമില്ല, വിശുദ്ധിയില്ല, വേർപാടില്ല, അപ്പോസ്തലിക ഉപദേശമില്ല, അപ്പനുറുക്കലില്ല, പ്രാർത്ഥന കൂട്ടായ്മയില്ലാത്ത അനവധി വേർപെട്ട കൂട്ടങ്ങൾ, വേഷഭൂഷാദികൾ അണിഞ്ഞൊക്കെ വേർപെട്ട കൂട്ടങ്ങളുണ്ട്. അവർ പാരമ്പര്യത്തിലാണ്. അവരുടെ കഴിവുകൊണ്ടും സാമർത്ഥ്യം കൊണ്ടും അവരുടെ ചിന്ത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും വേദപുസ്തകം പ്രസംഗിക്കുന്നു. അതിവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കും. പക്ഷെ അവരിൽ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവനാണ് ദൈവത്തിന്റെ മകൾ. പരിശുദ്ധാത്മാവ് ഉള്ളവരാണ് ദൈവസഭ. ആത്മാവില്ലാത്തവന്റെ പ്രവൃത്തി നിർജ്ജീവമാണ്. അങ്ങനെയുള്ള ഒരുപാട് വേർപെട്ട കൂട്ടങ്ങൾ നവീകരണ കാലത്ത് കയറി വന്ന ഇന്ന് പെന്തക്കോസ്തിന്റെ അനുഭവമാണ് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. സ്തോത്രം. ചെല്ലൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ മാതൃസഭ. എന്താണ് പ്രിയ നിങ്ങളുടെ മാതൃസഭ? ഞങ്ങൾക്കൊക്കെ ഒരു മാതൃസഭയുള്ളവരായിരുന്നു. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന് വളർന്നു വന്ന ഒരു സഭയില്ല, ഒരു പള്ളിയില്ല. അത് ഞങ്ങളുടെ മാതൃസഭ എന്നാണ് ഞങ്ങൾ പറഞ്ഞു പഠിച്ചത്. പക്ഷെ അത് ലോകപ്രകാരം നമ്മൾ അങ്ങനെ ജീവിച്ചെങ്കിലും ഒരുവൻ കർത്താവ് യേശുവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ പഴയ മാതൃസഭ, ആ പഴയ പാരമ്പര്യ സഭയൊക്കെ വിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് വരിക. അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. മത്തായി സുവിശേഷം 1:1. ഇവിടെ പാരമ്പര്യമില്ല, മാതൃസഭയില്ല, എല്ലാവർക്കും ഒരുപോലെ. ഇന്നും അത് കടിച്ചു തൂങ്ങി, പാരമ്പര്യത്തിൽ മാതൃസഭയെ കടിച്ചു തൂങ്ങി കിടക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവില്ലാത്തവൻ അങ്ങനെ. പക്ഷെ ഇവിടെ സെരുബാബേലിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ വേർപെട്ട കൂട്ടങ്ങൾ, പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിവിധ പ്രസ്ഥാനങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ സൈന്യവും ശക്തിയൊന്നുമല്ല നടത്തുന്നത്, അവരുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് കണ്ടിട്ട് നിങ്ങൾ കണ്ണു കടിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്നെന്താ തെളിവ് നിനക്ക്? നീ പരിശുദ്ധാത്മാവിനെ ജീവിക്കുന്നുള്ള തെളിവെന്താ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നു എന്നുള്ള തെളിവെന്താ? എന്താണ് പരിശുദ്ധാത്മാവിന്റെ അനുഭവം നിനക്ക് പങ്കുവെക്കാനുള്ളത്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ആളത്വം എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിനക്കൊന്ന് വിവരിച്ച് പറയാൻ കഴിയുമോ? മാതൃസഭ പറയുന്ന, പാരമ്പര്യം പറയുന്നവരെ ചോദിക്കട്ടെ, ഒന്ന് അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഇല്ല, നിങ്ങൾക്കത് കഴിയില്ല. സ്തോത്രം. പലരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, തട്ടിമുട്ടിപ്പോയി. പണ്ടൊരിക്കൽ ഞാനൊരു പറഞ്ഞുകൊണ്ട് ഒരു സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ആ പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവര് നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോണം. കാരണം ഞങ്ങൾ പറയുന്നവർ കേൾക്കുന്നുണ്ട്, പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടോളാം ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അല്ല നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം അവർ ഉത്തരം പറയുന്നുണ്ട്. അത് ഞങ്ങളോട് ചോദിക്കുന്നതിനൊക്കെ ഞങ്ങൾ ഉത്തരം പറയും. ഞങ്ങളുടെ വിശ്വാസികളോട് നിങ്ങൾ ഓടിപ്പോക്കോളെന്നും പറയത്തില്ല. എനിക്ക് വരുന്നത് അതിന് സംശയത്തെ തീർക്കണമെന്ന് ഞങ്ങൾ പറയും. അത് ഞങ്ങൾ ഓടി ഒളിക്കുന്നവരല്ല, കാട്ടിൽ ഒളിക്കുന്നവരല്ല.
ഞങ്ങൾ ഓടി ഒളിച്ച് കാട്ടിൽ പതുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കൃപയുടെ അനുഭവം കിട്ടി, അഭിഷേകം കിട്ടി, ദൈവികമായ ജ്ഞാനം കിട്ടി, അറിവുകൾ കിട്ടി. അത് ലോകപരമായിട്ടുള്ള അല്ല, ആത്മാവിനാലുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ സൈന്യത്തിന്റെ ബലം വേണ്ട, ശക്തിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ശക്തി ലോകത്തിലുള്ള സകല ശക്തിയേക്കാൾ വലുതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ദൈവശക്തിയാണ്, അത് ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സെരുബ്ബാബേലിന് ഇത്ര വലിയ ആത്മധൈര്യം ദൈവം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വചനം വായിക്കുമ്പം ദൈവാലയം പണിയുന്ന സെരുബ്ബാബേൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ദൈവാലയത്തിന് അടിസ്ഥാനം വിട്ടപ്പോൾ തൊട്ട് പർവ്വത സമാനമായ വിഷയങ്ങളെ ഹല്ലേലൂയ സ്തോത്രം സെരുബ്ബാബേൽ നേരിടുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദർശനം അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രോത്സാഹനജനകമായിരുന്നു. ദൈവാലയം പണിക്ക് വേണ്ട വസ്തുക്കളും പണിക്കാരും കുറവായിരുന്നു. മുമ്പുണ്ടായിരുന്ന ദൈവാലയത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ പണിയുന്ന ആലയം ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞ് അവനെ നിരാശപ്പെടുത്തുന്ന അനവധി യഹൂദന്മാരുണ്ട്. മുമ്പത്തെ ആലയം ചൂണ്ടിക്കാണിച്ചിട്ട് സെരുബ്ബാബേലിനോട് പറഞ്ഞു, നീ എന്താ സെരുബ്ബാബേലിനെ പണിയുന്നത്? മുമ്പത്തെ ആലയത്തെ പോലെ അല്ലല്ലോ ഇതിരിക്കുന്നത്. മുമ്പത്തെ ആലയം എന്ത് വലിയതായിരുന്നു, എന്ത് കാണാൻ പ്രൗഢ ഗംഭീരമായി നിന്നതാ. പക്ഷെ നീ അതിനോട് ഒപ്പം തുല്യം ചെറിയതാണല്ലോ പണിയെന്നൊക്കെ പറഞ്ഞ് സെരുബ്ബാബേലിനെ നിരാശപ്പെടുന്ന അനവധി യഹൂദന്മാർ. ഇന്നും അത് തന്നെയാണ്. ദൈവസഭ വേർപെട്ട കൂട്ടങ്ങൾ, പെന്തക്കോസ്തുകാർ, അവർ ആരാധിക്കുന്ന ആരാധനാലയം എന്ന് പറയുന്നത് 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഹോള് മാത്രമാണ്. ആ ഹോളിനകത്ത് ഒരു ദൈവങ്ങളെ ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടിയിരുന്ന് ആരാധിക്കാനുള്ള ഒരു സ്ഥലം മാത്രം. ഹല്ലേലൂയ. അതിന്റെ മനോഹാരിതയെ കണ്ടിട്ട് പലരും, നിങ്ങൾക്ക് എന്താണ് പള്ളിയുള്ളത്? നിങ്ങളുടെ പള്ളി ഏതാ? നിങ്ങളുടെ പള്ളിയിൽ എന്താ ഉള്ളത്? ഞങ്ങളുടെ പള്ളിയിൽ ഒന്നുമില്ല. ഞങ്ങളുടെ പള്ളിയിലുള്ളത് ഞങ്ങൾ കുറച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുണ്ട്. ഞങ്ങൾ ഒന്നിച്ചു കൂടി വരുമ്പോൾ ഞങ്ങളുടെ നടുവിൽ യേശുവുണ്ട്. മാത്രമല്ല, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കതില്ലാതെ പോയത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? രക്തക്ഷയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, കാലം ഇനി അധികമില്ല. നിന്റെ ദൈവാലയ പണിയെ നീ ഒരു വേർപെട്ട കൂട്ടമായതുകൊണ്ട്, വേർപെട്ട കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്, ആത്മസ്നാനം പ്രാപിച്ചതുകൊണ്ട്, രക്ഷ പ്രാപിച്ചതുകൊണ്ട് നിന്നെ കളിയാക്കുന്ന, അപമാനിക്കുന്ന, പരിഹസിക്കുന്ന പലരും കാണും. അതിനെ കണ്ടിട്ട് നീ തകർന്നു പോകണ്ട. നിന്റെ ഉള്ളിൽ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതിനാൽ നീ ലോകശക്തികളെ ജയിക്കും. അപ്പം നല്ലൊരു സ്വതം യഹൂദന്മാർ ഹല്ലേലൂയ സെരുബ്ബാബേലിനെ പരിഹസിക്കുക. ഹല്ലേലൂയ. പണി ഏതെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുത്തണം വേണ്ടിയിട്ട് അനവധി വൈരികളും ഉണ്ടായിരുന്നു. പണി തടസ്സപ്പെടുത്താൻ വേണ്ടി സെരുബ്ബാബേലിന് അനവധി വൈരികളും ഉണ്ടായിരുന്നു എന്ന് എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 1 തൊട്ട് 24 വാക്യങ്ങൾ വായിക്കാൻ കാണാൻ കഴിയും. ദർശനത്തിൽ കണ്ട വിളക്കുകൾക്ക് തുടർച്ചയായി എണ്ണ ലഭിച്ചിരുന്നത് പോലെ, ഇപ്പൊ സെരുബ്ബാബേൽ കണ്ട വിളക്കിനകത്ത് തുടർച്ചയായി എണ്ണ ലഭിച്ചിരുന്നത് പോലെ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവാലയത്തിന്റെ പൂർത്തീകരിക്കപ്പെടുമെന്ന് സെരുബ്ബാബേലിന് ദൈവം ഉറപ്പ് നൽകി. ആലയത്തിലെ വിളക്കിനകത്ത് എണ്ണ കെടാതെ നിൽക്കുക, ആ എണ്ണ തീരാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെ ദൈവശക്തി സെരുബ്ബാബേലിന്റെ മേൽ ഉള്ളതുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളതുകൊണ്ട് ആരെല്ലാം എഴുന്നേറ്റാലും, യഹൂദൻ എഴുന്നേറ്റാലും, വൈരികൾ എഴുന്നേറ്റാലും ആലയത്തിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് ദൈവം അവനെ ബലപ്പെടുത്തി. ആലയത്തിന് അടിസ്ഥാനമിട്ട അതേ കൈകൾ തന്നെ ജനങ്ങളുടെ ഹർഷഭാരവത്തിനിടയിൽ ദൈവാലയത്തിന്റെ പണി പൂർത്തിയായി എന്ന് വെളിപ്പെടുത്തി ആണിക്കല്ല് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്ന് ദൈവം സെരുബ്ബാബേലിനോട് അരുളിച്ചെയ്യുക. ഹല്ലേലൂയ. അപ്പം ഗോളാകൃതിയിൽ പണിയുന്ന കെട്ടിടത്തിന്റെ മുകളിൽ മധ്യഭാഗത്ത് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണ് ആണിക്കല്ല്. ആ ആണിക്കല്ല് കൃപ എന്ന ഹല്ലേലൂയ ആർപ്പൂടെ. ഹല്ലേലൂയ. അതാണ് സ്തോത്രം. സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നുണ്ട്. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആ സമഭൂമിയായിത്തീരും. യഹൂദനായിരുന്നാലും വൈരികളായിരുന്നാലും പർവ്വതം പോലെ നിന്റെ പണിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ആലയത്തിന്റെ മുകളിൽ അഗ്രഭാഗത്തല്ലിയ ഏറ്റവും മധ്യത്തിൽ കൊണ്ടുവെക്കുന്ന ആണിക്കല്ല് കൃപ എന്ന് ആർപ്പോടുകൂടെ നീ അതിനെ കയറ്റുമെന്നാണ് ദൈവം പറഞ്ഞ. പിന്നെ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ?
എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തെ തടയാൻ ഈ ലോകത്തിലെ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ മതശക്തികൾക്കോ ഇവിടുത്തെ പാരമ്പര്യത്തിന് പൗരോഹിത്യത്തിന് ഇവിടെ നിയമത്തിനോ അധികാരികൾക്കോ ഒന്നും കഴിയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തകർക്കുവാൻ ലോക ശക്തിക്ക് കഴിയത്തില്ല, ഇവിടുത്തെ സൈന്യത്തിന് കഴിയത്തില്ല. എത്രയോ പരിശ്രമിച്ചു നോക്കി, ഹല്ലേലൂയ, തകർക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്രവാർത്ത, നൈജീരിയയിൽ ഒരു അല്ലേ ക്രിസ്ത്യൻ വിഭാഗം കുടിയേറി പാർക്കുന്ന ഭൂരിപക്ഷമുള്ള ആ ഗ്രാമത്തിലേക്ക് ഹല്ലേലൂയ ഫുലാനി സംഘടനകൾ, ഇസ്ലാമിക തീവ്രവാദ സംഘം ഫുലാനി, അവിടെ ചെന്ന് 42ഓളം പേരെ ഹല്ലേലൂയ വെറും ദാരുണമായി കൊലപ്പെടുത്തി. അങ്ങനെ നൈജീരിയയിൽ എത്രമാത്രം സംഭവങ്ങൾ നടന്നു. പക്ഷെ നൈജീരിയയിലെ ദൈവസഭയെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നൈജീരിയയിലെ സഭയെ തകർക്കാൻ കഴിയില്ല. വൈരികൾ വന്നാലും ശത്രു വന്നാലും എതിർപ്പുകൾ വന്നാലും കൃപയെന്ന ആർപ്പോടുകൂടി അവർ ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും, കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ. തകർക്കുവാൻ കഴിയില്ല ശ്രോതാവേ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടെ കൊന്നൊടുക്കാൻ കഴിയും, പക്ഷേ ദൈവത്തിന്റെ പണിയെ തടയുവാൻ നീ ഉലകത്ത് ജയിച്ചിട്ട് നിനക്കുള്ള ശക്തിയില്ല, നിനക്കുള്ള കഴിവില്ല. ദൈവസഭയുടെ പണി തടയുവാൻ ശക്തിയുള്ള, അതിന് ബലമുള്ള, കഴിവുള്ള ഏത് വ്യക്തിയാ ഉള്ളത്? ഏത് സൈന്യമുള്ളത്? ഏത് രാജ്യമുള്ളത്? ഇന്ന് വരെ അങ്ങനെ ഒരു രാജ്യം ലോകത്തിലുണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ദൈവസഭ പണിതുകൊണ്ടിരിക്കും. കൃപ എന്ന ആർപ്പോടുകൂടി ദൈവസഭ പണിതുകൊണ്ടിരിക്കും. അത് ദൈവത്തിന്റെ ശക്തികളാണ്. ഞങ്ങൾ മാനുഷികമായ കരങ്ങളിൽ മാനുഷികമായ ശക്തിയെ ഞങ്ങൾ ആശ്രയിക്കുന്നവരല്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മുമ്പിൽ വരുന്ന നിന്ദയും പരിഹാസവും അപമാനമായി കടന്നു വരുന്നത്. ഞങ്ങൾക്കെതിരെ കടന്ന വൈരികളെ എതിർക്കുവാൻ, അവർക്കെതിരെ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ഞങ്ങൾ കൃപ എന്ന ആർപ്പോടുകൂടി ഞങ്ങളുടെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ എതിര് കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ, ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട്, ദൈവസഭയ്ക്കകത്ത് നീ വന്നതുകൊണ്ട്, ആത്മരക്ഷ പ്രാപിച്ചതുകൊണ്ട്, ആത്മസ്നാനം നീ പ്രാപിച്ചതുകൊണ്ട് നിനക്കെതിരെ ഒരുപാട് വൈരികൾ നിന്റെ കുടുംബത്തിനകത്തും എഴുന്നേക്കാം, നിന്റെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേക്കാം, നിന്റെ സഹോദരങ്ങൾ എഴുന്നേക്കാം. ഒരുപക്ഷെ നിന്റെ ഭർത്താവാകാം, നിന്റെ ഭാര്യ, നിന്റെ മക്കളായിരിക്കാം. യേശുക്രിസ്തുവിന് വേണ്ടി നീ വേർതിരിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് സിരുവാവിന് നേരെ എഴുന്നേറ്റതുപോലെ അനവധി വ്യക്തികളും വൈരികളും നിനക്ക് നേരെയും കടന്നു വരാൻ നീ കണ്ട് ഭയപ്പെടരുത്. ദൈവം നിന്റെ മേൽ അഭിഷേകം പറഞ്ഞിട്ടുണ്ടെന്ന രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അല്ലെ, ചെറിയ ചെറിയ കാര്യങ്ങളെ കണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. ചെറിയ കാര്യങ്ങളെ കണ്ട് നിങ്ങൾ പതറിപ്പോകരുത്. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരുപക്ഷെ കടന്നു വരാൻ. ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ കാര്യങ്ങളായിരുന്നാലും അതിനോട് എതിർത്ത് നിൽപ്പാൻ വേണ്ടിയിട്ടാണ് നിനക്ക് അഭിഷേകം തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിനു മുമ്പിൽ അടിപതറി പോകാതെ ദൈവസനം മുഴങ്കാലിന്മേൽ ഇരിക്കണം. മുഴങ്കാലിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ അറിയാത്ത വലിയ ആത്മചൈതന്യം നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വരും. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ആത്മചൈതന്യം ഇറങ്ങി വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ചിതറിപ്പോകും. രക്തം ചെയ്യും. 68 സംഗീതം 1 വാക്യം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. സെരുബ്ബാബേലിന്റെ പണിക്ക്, ദൈവാലയ പണിക്കെതിരെ യഹൂദന്മാരും വൈരികളും എഴുന്നേറ്റ് നിന്ദിച്ചപ്പോൾ, അപമാനിച്ച് പരിഹസിച്ചപ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ സെരുബ്ബാബേലിനെ ദൈവം നിറച്ചപ്പോൾ, അല്ലെങ്കിൽ ദർശനം കൊടുത്തപ്പോൾ, സെരുബ്ബാബേലിനെതിരെ എഴുന്നേറ്റ് ശത്രുക്കളെല്ലാം ചിതറിപ്പോയി. ഹല്ലേലൂയ. അത് നിനക്ക് എഴുന്നേൽക്കുന്ന ശത്രുക്കളെല്ലാം ചിതറിപ്പോകും. നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ നിർമൂലനാശം ചെയ്യുവാൻ, ഭൂമി നിന്നെ തുടച്ചു മാറ്റുന്നതിന്റെ പേരിൽ ഇവിടുന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് സാത്താന്യ ശക്തികളുണ്ട്, സാത്താന്റെ തന്ത്രങ്ങളുണ്ട്. അവന്റെ മുമ്പിൽ നീ അടിയറവ് പറയണ്ട. നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാ, യേശുക്രിസ്തുവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ചവനാ. ലോകമല്ല നിന്നെ വിളിച്ചു വേർതിരിച്ചുകൊടുത്ത, മതമല്ല നിന്നെ വിളിച്ചു വേർതിരിച്ചത്, മത നേതാക്കന്മാരല്ല വിളിച്ചു വേർതിരിച്ചത്. നിന്നെ വിളിച്ചു വേർതിരിച്ചത്, ലോകത്ത് നിന്നെ വിളിച്ചു വേർതിരിച്ചത് കർത്താവായ യേശുക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിക്കണം. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് കടന്നു വരാം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തോടനുബന്ധമായി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായി, കുടുംബപരമായി, മക്കളെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, കെട്ടിച്ചെല്ലുന്ന വീട്ടിലെ അമ്മായിയമ്മയെ കൊണ്ട്, മരുമോളെ കൊണ്ട്, ഹല്ലേലൂയ,
സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ സ്തോത്രം, നിറത്തിന്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ്, വസ്ത്രധാരണത്തിന്റെ പേര് പറഞ്ഞ്, അല്ലേ സ്തോത്രം, നിന്റെ സഹോദരന്മാരുടെ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിനക്ക് നേരെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരാം. നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ ജോലിക്കകത്ത്, നിന്റെ ഉയർച്ചയ്ക്കകത്തൊക്കെ ഒരുപാട് വൈരികൾ നിനക്ക് നേരെ എഴുന്നേറ്റേക്കാം. നിന്റെ മക്കളുടെ ഭാവിക്കെതിരെ ഒരുപാട് ശത്രു, നിന്റെ കുടുംബത്തിന്റെ വളർച്ചയെ തടയുവാൻ വേണ്ടിയിട്ട് അന്യായ ബന്ധനങ്ങൾ നിനക്ക് നേരെ എഴുന്നേക്കാൻ സാത്താന്യ സൈന്യങ്ങൾ ഒന്നിച്ചെഴുന്നേക്കും. അതിനെയൊന്നും കണ്ട് നീ ഭാരപ്പെട്ടു പോകണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെയുള്ള പ്രശ്നത്തെ എല്ലാം അഭിമുഖീകരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എന്റെ വിശ്വാസ ജീവിതം എന്നൊക്കെ പറഞ്ഞ 25 വർഷമാണ്. ഹല്ലേലൂയ. 2000-ലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. 2000, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ കാലഘട്ടത്തില, ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് 2001 ഒക്ടോബർ 14-ലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. 2002 ജനുവരി ഞാൻ സ്നാനപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് ഒരു ഒരുപാട് വൈരികൾ എനിക്ക് നേരെ എഴുന്നേറ്റിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ അടിപതറി പോകാൻ നിൽക്കുന്നതിന്റെ കാരണം എന്താണോ? ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. എനിക്കൊരു ഉറപ്പാണ്, ലോകത്തിന് എന്നെ ജയിക്കാൻ കഴിയത്തില്ല, ലോകത്തിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്നയും അപമാനങ്ങളും പരിഹാസവും വൈരികളും ഒക്കെ എഴുന്നിട്ട് നമ്മളെ അപമാനിക്കാനും നിന്ദിക്കുവാനും ഒക്കെ കഴിയും. പക്ഷേ അവരുടെ തകർച്ച വലിയതായിരിക്കും. ഒരു ദൈവം ഇതിനെ തൊടുവാൻ ഈ ഉലകത്തിൽ പിശാചിന് കഴിയില്ല. കാരണം ദൈവത്തിന്റെ ബദലിലെ ദൈവം സൂക്ഷിക്കുന്നത് കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. ദൈവം അവർക്ക് തീമതിലായിരിക്കും, കോട്ടയായിരിക്കും. വലിയൊരു ആത്മാവിന്റെ ശക്തി അവരുടെ മേലുള്ളത് കൊണ്ട് നിന്നെ സൂക്ഷിപ്പാൻ ദൈവം മതി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് സൗരങ്ങൾ പറയട്ടെ, ലോകത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ നീ തകർന്നു പോകണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇനി ഏത് വിധത്തിലാണ് അവർക്ക് ഭീഷണി കിടന്നവർക്ക് തകർന്നു പോകണ്ട. ലോകം നിന്റെ കുടുംബത്തിന്റെ നാശമാണ്. നിന്റെ ബന്ധുക്കളായിരുന്നാലും, സ്വന്തക്കാരും ചാർച്ചക്കാരായിരുന്നു, നിന്റെ ഉറ്റവരും ഉടയവരും, നിന്റെ സഹവിശ്വാസികളായിരുന്നാൽ പോലും നിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവർ കാണത്തില്ല, നിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ കാണും. നിന്റെ മക്കൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസം കിട്ടും, ഉന്നത ജോലി കിട്ടുന്നത്, നീ നല്ല സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നത്, നീ നല്ല ബിസിനസ് ചെയ്യുന്നത്, നല്ല വസ്ത്രം കൊടുക്കുന്നത്, നല്ല വീട് വെക്കുന്നത്, നല്ല വണ്ടി വാങ്ങുന്നത്, ഹല്ലേലൂയ, നീ നന്നായിട്ട് ജീവിക്കുന്നത്, നിന്റെ ആത്മജീവിതത്തിൽ നീ നന്നായി നിലനിർത്തുന്നത് ഒക്കെ ഇഷ്ടപ്പെടാത്ത അനവധി ആളുണ്ടെന്ന്. ഹല്ലേലൂയ, ഒരുപാട് പേരുണ്ട്. അതൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട. എനിക്കിത് ഒരു കൂട്ടം ശത്രുക്കൾ കഴിഞ്ഞ നാളെ എഴുന്നേറ്റു. 1-2 പേരൊക്കെ എഴുന്നേറ്റിട്ട് എന്റെ വിശ്വാസികളെ വീട്ടിലൊക്കെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാ ആ സഭയിൽ പോകുന്നത്, നിങ്ങളെന്തിനാ അങ്ങോട്ട് പോകുന്നത്, ഇവിടൊക്കെ അടുപ്പുകല്ല് കൂട്ടിയതുപോലെ ഒരുപാട് സഭയുണ്ടല്ലോ, ഇവിടെ വന്നാൽ പോരെ, ഇവിടെ ആരാധിച്ചാൽ പോരെ. അല്ലേ ഇതൊക്കെ ചോദിച്ചത് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ പാസ്റ്റർമാരാണ്. എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അവിടെയുള്ള സഭ, അതേപോലുള്ള പാസ്, ഇവിടൊക്കെ ഇഷ്ടപ്പെട്ട അടുപ്പുകല്ല് കൂട്ടുപോലെ. ഞാൻ എന്റെ വിശ്വാസികളൊക്കെ എന്നോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. നാളുകൾ കഴിയുന്ന മുമ്പേ ദൈവം അവരുടെ കുടുംബത്തിലൊക്കെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രശ്നം വൈരികളുണ്ടെന്നേ, ശത്രുവുണ്ട്. ഞാൻ അതിനൊക്കെ ഒരുപാട് നേരിടുന്ന ആളാണ്. ഹല്ലേലൂയ. പക്ഷെ എനിക്ക് അവരോടൊന്നും പ്രതികാരമില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു മരിച്ച വീട്ടിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, എന്റെ ചേർത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുണ്ട്. അപ്പൊ അവിടെ 1-2 ദൈവദാസന്മാർ കടന്നു വന്നു. അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴുണ്ട്. അപ്പൊ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ആരംഭിക്കാൻ തുടങ്ങി. ഈ ദൈവദാസന്മാർ 2 പേരുടെ ചെവി കടിച്ചു പറിക്കാൻ തുടങ്ങി. എന്തോ ചെവിയിലൊക്കെ മന്ത്രം ചെല്ലാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പെറുവിറുക്കണം, മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ 2 കൂടെ ആലോചിച്ചു, ഇറങ്ങിയൊരൊറ്റ പോക്ക. എന്താ ഇവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി എന്താ? ഒരു മരണ വീട്ടിൽ പോലും ശുശ്രൂഷ നന്നായിട്ട് നടത്തുവാൻ കഴിയാതെ ആ ശുശ്രൂഷയ്ക്ക് കോട്ടം തട്ടത്തക്ക വിധത്തിൽ എഴുന്നേൽക്കുന്ന വൈരികളൊക്കെ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ളതാ. സാത്താൻ ഒരുപാട് പേരിൽ പല വിധത്തിലേക്ക് പ്രവർത്തിക്കുക. എല്ലാവരും ഹല്ലേലൂയ. സാത്താൻ താനും വെളിച്ചത്തിന്റെ വേഷം ധരിക്കുന്നു പറഞ്ഞ പോലെ. അപ്പൊ നമുക്കൊരു ഒരുപാട് വൈരികൾ, സെരുബാബേലിനെതിരെ ഒരുപാട് വൈരികൾ ഉണ്ടായതുപോലെ നിനക്ക് നേരെ ഒരുപാട്. ഞാനൊക്കെ ഒരുപാട് അനുഭവത്തിലൂടെ പറയുന്നതാണ്. ഈ മെസ്സേജൊക്കെ ഒരുപക്ഷെ അവർ കേൾക്കുമായിരിക്കും. കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കും ഹല്ലേലൂയ അവരുടെ തെറ്റുകൾ. ഞാൻ ആരെയും പരിഹസിക്കാൻ പോകത്തില്ല, ആരെയും നിന്ദിക്കാൻ പോകത്തില്ല, ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ പോകത്തില്ല, ആരുടെയും കുറവ് പറയാൻ പറ്റില്ല. ഒരു സഭയിൽ ഒരു സഭാവിശ്വാസം വീണ്ടും കയറി നടന്ന് മറ്റൊരാളുടെ കുറ്റം പറയാൻ ഒരിക്കലും പോകത്തേളാം. ഞാൻ പോകത്തുമില്ല. അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല. എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമക്കളുടെ വിഷയം, പിന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന വിഷയങ്ങൾ, പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു വരാനുള്ള സമയമുള്ളൂ എനിക്ക്. പിന്നെ എവിടെ കുറ്റം പറയാൻ, ആർക്കുമെതിരെ വൈരിയായി നിൽക്കാൻ? ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾക്കെതിരെ ഞാനെന്തിനാ വൈരിയായി മാറുന്നത്? ഞാനെന്തിനാ അവർക്കെതിരെ ശത്രുത എനിക്ക് പോകുന്നത്?
അല്ലേ? എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നീ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവനാണെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവളാണെങ്കിൽ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിക്കണം. നിന്റെ അനവധി കുറവുകളെ കണ്ടിട്ടാണ് യേശു നിന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ പറയട്ടെ, എന്റെ അനവധി കുറവുകൾ, എന്നെ തീരാത്ത അനവധി കുറവുകളെ, പാപങ്ങളെ കണ്ടിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു എന്നെ തെരഞ്ഞെടുത്തതും അവിടുത്തെ രക്തം കൊണ്ട് എന്നെ കഴുകിയതും ശുദ്ധീകരിച്ചതും ദൈവത്തിന്റെ മകനായി നിൽക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും അധികാരം തന്ന ആത്മാവിന്റെ എൻ്റെ ഉള്ളിൽ പകർന്നത് ദൈവനോട് കരുണ തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നേരെ എത്ര വൈരികൾ എഴുന്നേറ്റാലും, ഹല്ലേലൂയ, ശെരൂബാബേലിനെ പോലെ കൃപ എന്ന ആർപ്പോടുകൂടി ആണിക്കല് കയറ്റുകൊണ്ട് ഞാൻ എൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ഈ ലോകത്തിനൊന്നും നിങ്ങളുടെ തകരുത്. ഞാൻ എൻ്റെ ജീവിതം കൂടെ കൂട്ടി പറയുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ആത്മബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനെ, ഹല്ലേലൂയ, ആശ്വാസദായകനായി മറ്റൊരു കാര്യസ്ഥനായി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ആശ്വാസദായകനായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളും പരിശുദ്ധാത്മാവുക്ക് ആശ്വാസദായകനാണെങ്കിൽ ആമേൻ, എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ മറ്റൊരാളിനെ ദൈവം തരികയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, സ്തോത്രം, 15 തൊട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നിട്ട് പറയാണ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, ലോകം അവനെ കാണുകയോ, ഹല്ലേലൂയ, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായെങ്കിൽ അതിനെ അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥനായി വിടത്തില്ല. ഇപ്പൊ ലോകം പരിശുദ്ധാത്മാവിനെ അറിഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേണ്ടത്ര അറിയത്തില്ല. അനവധി വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്തുള്ളവർക്കും പരിശുദ്ധാത്മാവിനെ അറിയില്ല, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവിനെ വസിക്കുന്നില്ലാത്തത് കൊണ്ട് അവർക്ക് ദൈവസഭ എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ നിങ്ങളെ ദൈവം വിളിച്ചു വേർതിരിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നത് കൊണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ അനാഥനായി വിടത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലും നിന്നെ ദൈവം അനാഥനായി വിടത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്നെ അനാഥനായി ദൈവം വിടത്തില്ല. നീ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണോ? ജീവിതം തകർന്ന് കഴിയുന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ തകർന്ന അനുഭവമാണോ? ദൈവം നിന്നോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. എന്നെ കഴിഞ്ഞിടയ്ക്ക് വിളിച്ച് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. അതിനകത്തൊക്കെ വളരെ കണ്ണുനീരിന്റെ അനുഭവമുണ്ട്. കർത്താവിന്റെ വേലിയിൽ, കർത്താവിന്റെ ഹല്ലേലൂയ വയലിൽ നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടിരുന്ന ദൈവദാസിദാസന്മാർ കുഞ്ഞുങ്ങളുമായി അവരുടെ ദൈവദാസന്മാർ പെട്ടെന്നുണ്ടായ അപകടത്തിൽ മരിച്ച്, മക്കളും മരിച്ച് പോയവരുണ്ട്. ഹല്ലേലൂയ. ദൈവദാസിമാർ മരിച്ചിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവദാസന്മാർ മക്കളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ മക്കളും കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഭാര്യ മരിച്ചിട്ട് മക്കളും ജീവിക്കുന്ന വിശ്വാസികളുണ്ട്. ഒറ്റപ്പെട്ട് കഴിയുന്ന അനവധി ആളുകളുണ്ട്. ജീവിതത്തിൽ സങ്കടത്തിൽ കഴിയുന്ന അനവധി ആളുകളുണ്ട്. ബിസിനസ്സിൽ തകർന്നവരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. മുമ്പോട്ട് എങ്ങനെ പോകുന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട്, ജീവിതത്തിൽ തന്നെ ഭാരപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ പകർന്നു. ആ പരിശുദ്ധാത്മാവിനെ നീ അറിയുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നത് നിന്നെ അനാഥനായി ദൈവം വിടത്തില്ല. ശെരൂബാബേലേ, നിനക്കെതിരെ യഹൂദന്മാരും വൈരികളിൽ നിന്നാലും ദൈവാലയത്തിന്റെ പണി ഞാൻ നിന്റെ കൈ കൊണ്ട് തന്നെ തീർക്കും. ഹല്ലേലൂയ. നിന്റെ കൈ കൊണ്ട് തന്നെ ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ലോകം കരങ്ങൾ വിട്ട് ഹർഷവാരത്തിനിടയിൽ നിന്റെ കൈ കൊണ്ട് തന്നെ ആലയത്തിന്റെ പണി തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ലോകം നിനക്കെതിരെ നിന്ന് വലിയ ഹർഷവാരം ഉയർത്തിയാലും വിമർശിച്ചാലും ഹല്ലേലൂയ, നീ ഭാരപ്പെട്ടു പോകണ്ട. നീ തുടങ്ങി വെച്ചതിനെ, കർത്താവിന്റെ ആത്മാവിൽ ആരംഭിച്ചു വെച്ചതിനെ ദൈവം നിന്നിലൂടെ തന്നെ പൂർത്തീകരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കരഞ്ഞ് കണ്ണുമായി ഹൃദയത്തിന്റെ വേദനയോടെ രാത്രിയുടെ യാമങ്ങളിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി,
ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ നടുവിൽ കടന്നു പോകുന്ന പ്രിയ ശ്രോതാവേ, നിന്നെ ദൈവം അനാഥനായി വിടത്തില്ല. നിന്റെ കണ്ണുനീരെല്ലാം അവന്റെ തുരുത്തിയിലുണ്ട്. അതവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അവൻ നിനക്ക് ഉത്തരം നൽകും. സക്രിയാവി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ് അല്ലെരിയ വാർത്തയ്ക്കെതിരായി സക്രിയാവിന് ഭാര്യ എലിസബത്തും മച്ചയായിരുന്നിട്ടും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു മകനെ കൊടുക്കുവാൻ അല്ലെരിയ നമ്മുടെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ അത് നിന്റെ പ്രായം ദൈവത്തിന് വിഷയമല്ല. നിന്റെ പ്രായമോ പരിധികളോ നിന്റെ ശരീരത്തിന് നിർജ്ജീവാവസ്ഥയോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് ദൈവാത്മാവ് പറയുക. അല്ലേലും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സഹോദരി, സഹോദര, എന്നെക്കൊക്കെ യുവതി വക്കൻ പെടപെടട്ടെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ നാളുകളായി നിന്റെ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ, നാളുകളായി നിന്റെ സഭയ്ക്കകത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമില്ലേ, അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും, രക്തം ചെയ്യും. കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. രക്തം ചെയ്യും. അല്ലേലൂയ. ജീവിതത്തിൽ നീ തളർന്നു പോകരുത്, ജീവിതത്തിൽ നീ മടുത്തു പോകരുത്. നീ ആത്മാവിൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് ദൈവത്തിന്റെ മകളായി വീണ്ടും തന്നെ പ്രാപിച്ച് സഭയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ തകർക്കുവാൻ നിന്റെ കൂട്ടത്തിൽ തന്നെ, നീ നിൽക്കുന്ന സമൂഹത്തിൽ തന്നെ നിനക്കെതിരെ വൈരികൾ എഴുന്നേക്കാം. അവിടെയൊന്നും നീ തകർന്നു പോകണ്ട. ആ തകർച്ചയുടെ നടുവിൽ നിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് കുറെ സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ യേശു ശിഷ്യന്മാരെ വിട്ടുപോകുന്നതിനാൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അവരോട് കൂടെ ഇരിക്കേണ്ടതിന് തരുമെന്ന് ഹല്ലേലൂയ ദൈവം യേശു വാഗ്ദത്തം ചെയ്യുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമയങ്ങൾ അടുത്തു വന്ന ശുശ്രൂഷ, ഭൂമിയിലെ ശുശ്രൂഷ പര്യവസാന വേളകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രൂശിൽ മരിക്കാൻ പോകുന്ന, മരിച്ചടക്കപ്പെട്ട് ശിഷ്യന്മാരെ വിട്ടു പോകുമെന്ന് യേശു പറഞ്ഞിരിക്കേ ശിഷ്യന്മാർ ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ, അവർ നിരാശരായി, അവർ ഭയപ്പെട്ടു പോകാതിരിക്കാൻ, ഭീരുക്കളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്. സത്യത്തിന്റെ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കുക. അവൻ എന്തെന്നും നിന്നോട് കൂടെ ഇരിക്കും, നിങ്ങളോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ പോയാലും എന്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടെന്ന യേശു ശിഷ്യന്മാർ കൊടുക്കുക. അല്ലേലിയ വാക്തത്വം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്നതിന് ഗ്രീക്കിൽ പ്ലാരാക്ലീറ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന് ആശ്വസിപ്പിക്കുന്നവൻ, സഹായിക്കുന്നവൻ എന്നെല്ലാം അർത്ഥം. അതിനൊക്കെ മലയാളത്തിൽ അതിന് ആശ്വാസപ്രദനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അപ്പൊ നമ്മളോട് കൂടെ എന്നും ഇരിക്കുന്ന കാര്യസ്ഥൻ ആരാണ്? പരിശുദ്ധാത്മാവ. അതുകൊണ്ട് തകർന്നു പോയ ദൈവാലയത്തിന്റെ പണിയെ പൂർത്തീകരിപ്പാൻ സെരുബാബേലിന് കഴിയും. അപ്പൊ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ നീ സമഭൂമിയായി തീരുമെന്നാണ് യഹോവയായ ദൈവം സെരുബാബേലിനോട് പറയുന്നത്. അപ്പം സെരുബാബേലിന് വയ്ക്കുന്ന പർവ്വതം പോലെ പ്രശ്നങ്ങളാ, പർവ്വത സമാനമായ വിഷയങ്ങളാ. യേശു പറയാ, നീ സമഭൂമിയായി തീരുമെന്ന്. സഹോദര, സഹോദരി, പർവ്വത സമാനമായ വിഷയത്തിന്റെ മുമ്പിൽ നിന്നാലും നീ ഭാരപ്പെടേണ്ട. നിന്റെ ഉള്ളിൽ ആത്മാവിനെ തന്നിട്ടുള്ളൂ. പരിശുദ്ധമാവുന്ന കാര്യസ്ഥനെ, സത്യത്തിന്റെ ആത്മാവുന്ന കാര്യസ്ഥനെ ദൈവം തന്നിട്ടില്ലേ? ആശ്വാസപ്രദനായ ദൈവം നിന്റെ ഉള്ളിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടങ്ങോട്ട് ആരാധിക്ക്. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ സ്തുതി സ്തോത്രങ്ങൾ ആരാധിക്കാൻ കഴിയുന്ന അങ്ങനെയും ആരാധിച്ചു തുടങ്ങുക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയങ്ങളെ ദൈവം തകർത്ത് കളയും, നിർമൂലമാക്കി കളയും. രക്തം ചെയ്യും. സാത്താന്റെ തന്ത്രങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ നീ ജയിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നമുക്ക് പ്രതികൂലമാണ്. എല്ലാ മേഖലയിലും, എല്ലാ സാഹചര്യങ്ങളിലും ലോകം നമുക്ക് പ്രതികൂലമാണ്. ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഭൂമിയിൽ തുടച്ചു മാറ്റാൻ വേണ്ടി, ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന അനവധി സാത്താന്യ ശക്തികളുണ്ട്. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെയും നിർവീര്യമാക്കാൻ, അവരെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അനവധി സാത്താന്റെ തന്ത്രങ്ങൾ, സാത്താന്യ ശക്തികൾ. അത് മനുഷ്യരെ കേട്ടോ, മനുഷ്യരോടാ നടക്കുന്നത്. പക്ഷേ നീ കണ്ണിന്റെ കണക്കുകൂട്ടലുകളും, നിന്റെ ആശയങ്ങളും, നിന്റെ തത്വങ്ങളും, നിന്റെ അജണ്ടകളൊന്നും ക്രൈസ്തവ ലോകത്തിൽ നീ എടുക്കരുത്. നീ നിന്റെ രാജ്യവും തകരും, നീ നിന്റെ കുടുംബം തകരും. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവ സമൂഹത്തിലെ വാളെടുക്കുന്നവൻ അതേ വാളാൽ തീരുന്നൊരു ദിവസമുണ്ട്. രക്തം ചെയ്യും. എത്ര കാലമായി ക്രൈസ്തവ സമൂഹത്തെ തീർക്കാൻ തുടങ്ങിയിട്ട്? യേശുക്രിസ്തുവിന്റെ കാലം തൊട്ട് തുടങ്ങിയതാ. ഇന്ന് വരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
കുറെ എണ്ണത്തിനെ നിങ്ങൾ കൊന്നു കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൊന്നു കൂട്ടിയതെല്ലാം സ്വർഗരാജ്യത്തിലുണ്ട്. നിങ്ങൾ കൊന്നുകൂട്ടിയ ക്രൈസ്തവ സമൂഹത്തിന്റെ അവരുടെ ആത്മാവെല്ലാം ദൈവരാജ്യത്തിലുണ്ട്. എന്നാൽ കൊന്നവനും കൊല്ലാൻ നിന്നവനും കൊല്ലാൻ കൂട്ടുന്നവനും കൊല്ലാൻ പ്രേരണ കൊടുത്തവനും കൊല്ലാൻ പ്രേരിപ്പിച്ചവനും വാളെടുത്തവനും തോക്കെടുത്തവനും കത്തിയെടുത്തവനും കഴുത്തറുത്തവനും മൃഗങ്ങൾ കിട്ടുകൊടുത്തവനും ആജ്ഞ പുറപ്പെടുവിച്ചവനും രാജാവും മന്ത്രി ചക്രവർത്തിയെല്ലാം എവിടെ കിടക്കുന്ന നരകത്തിൽ കിടപ്പുണ്ട്. ലേരിയ ആജ്ഞ പുറപ്പെടുവിച്ചവരെല്ലാം ഉണ്ട്, നരകത്തിൽ കിടപ്പുണ്ട്. പക്ഷെ നിങ്ങൾ കൊന്നവരുടെ ആത്മാവൊക്കെ ഉണ്ടല്ലോ ദൈവസന്നിധിയിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയമില്ലാത്തത്. ഞങ്ങൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ആത്മാവ് നിത്യതയിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയാത്ത നീയാണ് വാളും വടിയും എടുത്ത് നടക്കുന്നത്, അല്ലേ? നീയാണ് തോക്കുമെടുത്ത് നടക്കുന്നത്. നീയാണ് ക്രൈസ്തവ സമൂഹത്തെ കൊന്നെടുക്കുന്നത്. നീയാണ് ഏറ്റവും വലിയ നീചൻ, നീയാണ് ഏറ്റവും വലിയ നികൃഷ്ടൻ പാവി. നിന്റെ ന്യായവിധി ദൈവത്തിന്റെ കരങ്ങളില്ല. ഞങ്ങളല്ല ന്യായവിധിക്കുന്നത്, ദൈവമാണ് നിന്നെ ന്യായം വിധിക്കുന്നത്. ആമീൻ. സെരുബാബേൽ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം നീ സമഭൂമിയായി തീരുക പറഞ്ഞ പോലെ നീ നിന്റെ രാജ്യവും ദൈവസഭയെ ദൈവമക്കളെ ക്രൈസ്തവ സമൂഹത്തെ തകർക്കുന്ന നീ നിന്റെ രാജ്യം നിന്റെ കുടുംബവും സമഭൂമിയായി മാറും. ലേലുയ രക്തം ചെയ്യും. ലോകം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് തിരുവചനം പ്രസംഗിക്കുന്നത്. അപ്പൊ സെരുബാബേലിന്റെ ആലയത്തിന്റെ പണി തടസ്സപ്പെടുത്തുവാൻ അനവധി വൈരികൾ എഴുന്നേറ്റു. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവ് നീ കൃപയെന്ന ആർപ്പോടുകൂടി ഹല്ലേലൂയ ആലയത്തിന്റെ അഗ്രത്തിൽ വെക്കേണ്ട മധ്യഭാഗത്ത് വെക്കേണ്ട ആണിക്കല്ല് നീ കയറ്റു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. പണി കർത്താവിന്റെ അതാ. ദൈവസഭയുടെ പണി എന്ന് പറയുന്നത് കർത്താവാ. ഹല്ലേലൂയ. കർത്താവാണ് ഓരോ കല്ലുകളും കൂട്ടി യോജിപ്പിക്കുന്നത്. ജാതികളിൽ നിന്ന് ഈ ലോകത്തിന്റെ ഭാവസ്വങ്ങളുടെ മദ്യപാനത്തിന്റെ വെറുപ്പൂത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കകത്ത് ജീവിക്കുന്ന ജാതികളായിരിക്കുന്ന പാപികളായിരിക്കുന്ന ഓരോ മനുഷ്യരെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ആലയത്തിന്റെ കല്ലുകളായി ദൈവമാണ് ചേർത്ത് പണിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു എന്ന ഓരോ വ്യക്തികളെയും ദൈവാലയത്തിന്റെ കല്ലുകളായി ദൈവം ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുക. അതിനെയൊന്നും തകർക്കുവാൻ ആർക്കും കഴിയില്ല. രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെച്ചവന്റെ യേശുവിനെ നോക്കി യാത്ര ചെയ്യണം. കഷ്ടസമയങ്ങളിലും വലിയ കഷ്ടസമയങ്ങളിൽ വേദനയുടെ നടുവിൽ സങ്കടത്തിന് ദുഃഖങ്ങളുടെ നടുവില് നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ കണുന്നതിന്റെ നടുവിൽ പ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ശ്രോതാവ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന യശയ്യാപ്രവാചകൻ 66:13 പല പ്രാവശ്യം പറയാറുണ്ട്. അതൊരമ്മയെ ആശ്വസിപ്പിക്കുന്നു, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ പോരാട്ട സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിനാണ് എന്തെന്നറിയുന്നല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് റോമാലേഖനം 8:26 വായിക്കുന്നുണ്ട്. അതെ, പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. നിന്നെ പ്രാർത്ഥന ശക്തിപ്പെടുത്തുവാൻ, നിന്നെ പ്രാർത്ഥന ബലപ്പെടുത്തുവാൻ, തകർന്നു പോകുന്ന സ്ഥാനത്ത് ഒറ്റപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെട്ട് സങ്കടപ്പെടുന്ന, രോഗിയായി ഭാരപ്പെടുന്ന, തളർന്ന അനുഭവത്തിൽ കടക്കടിയാൽ കടമാതാൽ ഭാരപ്പെടുന്ന നിന്റെ ജീവിതത്തിനകത്ത് വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്തോത്രം. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. അതെ, നിനക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നൊരു പരിശുദ്ധാത്മാവ് ഉള്ളത്. ആ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. നീ ദൈവത്തിന് മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കും. ദൈവാത്മാവ് നിന്നോട് കൂടി നിന്നെ സഹായിക്കും. ആശ്വാസപ്രദനായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നതിൽ കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട് നീ തകരരുത്. എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവി, നീ തകരരുത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ തകരരുത്. ഒരു പക്ഷേ എന്റെ കുടുംബജീവിതം തകർന്നതായിരിക്കാം. നീ തകരരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളി ഉണ്ടാകുമ്പോൾ മക്കളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടിപ്പോയി ആറ്റിച്ചാർന്നോ, കായലിൽ ചാർന്നോ, പുഴയിൽ ചാർന്നോ, നദിയിൽ ചാർന്നോ അല്ല, കിണറ്റിൽ ചാർന്നതല്ല പ്രശ്നം. തളർന്നു കഴിയുമ്പോൾ മക്കൾക്ക് വിഷം കൊടുത്ത് നീ മരിക്കുന്നതല്ല വിഷയം. ഹല്ലേലൂയ. ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മളുടെ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ജോലി ഉണ്ടായിരുന്ന സഹോദരൻ ഭാര്യ 2 ആത്മക്കളും കൂടെ ആത്മഹത്യ ചെയ്താണോ മരണപ്പെട്ടത് എങ്ങനെയല്ല അവർ ഭവനത്തിൽ മരിച്ചു കിടക്കുന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ജീവിതം ഒടുക്കി മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മഹത്യ ചെയ്ത് സ്വയം ജീവൻ ഒടുക്കി. അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? നിന്റെ ആത്മാവ് എവിടെ പോയി? നീ സ്വയം ആത്മഹത്യ ചെയ്തില്ലേ? നിന്റെ ആത്മാവ് എവിടെ പോയി? ജീവിച്ചിരിക്കാൻ ചോദിക്കട്ടെ. അങ്ങനെയുള്ള തീരുമാനത്തെ ആരെങ്കിലും നീ അത് മാറിക്കണം. ഒരു മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്തതിന്റെ ആത്മാവ് നരകത്തിലേക്ക് പോവുകയാണ്.
നരകത്തിലേക്ക് പോയി ആത്മാവിനെ പിന്നെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഉലകത്തെ മനുഷ്യർ പ്രമാണങ്ങൾക്കോ മതങ്ങൾക്കോ കഴിയില്ല. അവരുടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നീ സ്വയം ആത്മഹത്യ ചെയ്യരുത്. ഏത് പ്രശ്നത്തെ പരിഹാരമുണ്ടെന്ന് യേശുവിലേക്ക് വാ. ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന ഏത് വിഷയത്തിനെ പുറത്തെടുക്കും. നിന്നെ അനാഥനായി ദൈവം വെറുതെ വിടത്തില്ല. നിന്റെ അനാഥനായി ദൈവം വെറുതെ വിടത്തില്ല. നിന്റെ സങ്കടങ്ങളിൽ കൂടിയിരിക്കും ദൈവം. നിന്റെ വേദനകൾ കൂടിയിരിക്കും. നിന്റെ രോഗത്തിൽ കൂടിയിരിക്കും. നിന്റെ കണ്ണുനിന്നെ അവൻ തന്നെ തുടയ്ക്കും. യേശുവിനെ തുടയ്ക്കും. അല്ലേറിയ ഭാരപ്പെടുന്ന നീ തകർന്നു പോകരുത്. അല്ലേറിയ ദൈവസേവി കടന്നു പോകാൻ കൊടുങ്കാറ്റടിക്കുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അല്ലേറിയ ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് നീ ചേർത്ത് പിടിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ അന്യഭാഷയിൽ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നീ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധനോട് ചേർന്നിരിക്കുന്നെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്ന മഹാമാരിയെ മഹാവ്യാധികളെ ദൈവം നീക്കിത്തരുമെന്ന് രക്തം ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവം തന്നെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ 140 സ്തോത്രന്റെ 42 സങ്കീർത്തനം 11 വാക്യമായി, എന്റെ ആത്മാവിൽ നീ വിഷാദിച്ചുള്ളി ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവനെന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവമായിരിക്കുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ കുറിച്ച് സ്തുതിക്കും. അതേ ഭാഗത്തേക്ക് വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. വായിച്ച വചനം എന്താണ്? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ എത്രയെന്ന് സൈന്യങ്ങളെ സെരുബാബേലിന് ശക്തി പകർന്ന് ദർശനം കൊടുത്ത ആലയത്തിന്റെ പണി. ആമി ശത്രുക്കളും സ്വാമി വൈദികളും അവരുടെ ഹർഷവാരത്തിന്റെ ആലയത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ യഹോവയായ ദൈവത്തിന്റെ സെരുബാബേലിനെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് നിന്റെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. നിന്റെ പ്രശ്നങ്ങളെ യേശു പരിഹരിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ലോക രാജ്യങ്ങൾ 800 കോടി ജനം ആമി സെരുബാബേലിനെ ഉപയോഗിക്കുന്ന മഹാപർവ്വതം പോലെ കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത്, നന്മയ്ക്കകത്ത്, ജോലിക്കകത്ത്, കൃഷിക്കകത്ത്, അല്ലെങ്കിൽ ക്ഷീരമേഖല വ്യാപാരത്തിനകത്ത്, ആത്മജീവിതത്തിനകത്ത് പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ, കൊടുക്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ സോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദങ്ങൾ ചേർന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ, ആത്മഹത്യ ഒന്നിനും പരിഹാരങ്ങളും തിരിച്ചറിയുവാൻ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്ന ജീവിതങ്ങളിൽ അവർക്ക് രക്ഷയുണ്ട്, മാനസാന്തരർക്ക് സംരക്ഷണമുണ്ട്, അനാഥനായി വിടുത്തില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ജനത്തെ വിടുവിക്കണമേ. ആത്മഹത്യയുടെ ആത്മാവ് മാറിപ്പോകട്ടെ. മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, മദ്യത്തിലേക്ക് മയക്കുവിന് നയിക്കുന്ന, കുടുംബ ജീവിതത്തെ തകർക്കുന്ന, തലമുറയെ ലഹരിക്ക് അടിമകളാക്കി മാറ്റുന്ന എല്ലാ സാത്താന്യ ശക്തികളും മാറി അല്ലുരിയ. കുടുംബത്തിനകത്ത് ദൈവിക സമാധാന സന്തോഷം ഉണ്ടാകും. പരിശുദ്ധമാവുന്ന കാര്യസ്ഥനാവാൻ ജനം ധൈര്യപ്പെടണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലവർഷം കേരളത്തിലെല്ലാം പെയ്തു തുടങ്ങി 14 ജില്ലകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉൾപ്പെട്ടുള്ള സാധ്യതയുള്ള ഇടുക്കിക്കായി, തൃശ്ശൂർ ജില്ലയ്ക്കായി, മലപ്പുറം, കൊട്ടാമ്പി, കോഴിക്കോട്, വയനാട് ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഉൾപ്പെട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ ദൈവജനത്തെ സൂക്ഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ പരമാവധി ജില്ലകളെയും തീരദേശ മേഖലയിൽ കടലോരവാസികൾ, കാമിക്കർത്ത നദികളുടെ, പുഴകളുടെ, തോടുകളുടെ, പാടങ്ങളുടെ, കിണറുകൾ, കുളങ്ങളുടെ അരികിൽ താമസിക്കുന്നവരുണ്ട്. അവിടെ എല്ലാം കർത്താവിന്റെ കരുതലുണ്ടാകണമേ. രാത്രികാലങ്ങൾ ഉൾപ്പെടലുണ്ടായി നാശനഷ്ടം കഴിഞ്ഞ വർഷങ്ങളെ പോലും പ്രതികൂലം ഉണ്ടാകാതെ എല്ലാ പ്രിയപ്പെട്ട് സൂക്ഷിക്കണമായി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ബിസിനസ് തകർന്നുകൊണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വിദേശത്ത് കഷ്ടത്തിൽ നോമ്പരപ്പെടുന്നവരുണ്ട്, വിവിധ മാരകമായ രോഗത്താൽ കടന്നു പോകുന്നവരുണ്ട്. അധികാരിയുടെ ഭാഗത്ത് ക്രൂരമായ കർത്താവ് വേദനകൾ കടന്നു വരുമ്പോൾ നിന്ദകൾ, അപമാനം, ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ് ജനത്തെ പരിഹസിച്ച് ഒറ്റപ്പെടുന്നു. അവിടെയില്ല കർത്താവ് ജീവിതം ഒടുക്കിക്കളയാതെ, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുമായി ജീവിതം ഒടുക്കിക്കളയാതെ, കടങ്ങൾ കടന്നു വരും, പ്രതികൂലം കടന്നു വരുമ്പോൾ സ്വയം ആത്മഹത്യക്ക് ഒരുങ്ങാതെ ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നോക്കി യാത്ര ചെയ്ത് പരിശുദ്ധനെ ആശ്രയിപ്പാൻ സെരുബാബേലിനെ പോലെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ഭരണ സംവിധാനങ്ങൾ, ഭരണ നേതാക്കന്മാർക്ക് മനസ്സാന്തരം കൊടുക്കണം. കാട്ടിലെ മൃഗങ്ങൾ, കരടി അല്ലെങ്കിൽ കരടിയും അതുപോലെ കടുവയും പുലിയൊക്കെ, ആനയൊക്കെ നാട്ടിലിറങ്ങി, പന്നികൾ ഇറങ്ങി, അല്ലൊരിയ മറ്റു ഇഴജന്തു മൃഗങ്ങളൊക്കെ ഇറങ്ങി മനുഷ്യന്റെ ജീവന സ്വത്തിന് സമാധാനം കൊടുക്കേണ്ടിയ, മനുഷ്യന്റെ ജീവന സ്വത്ത് സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരൊക്കെ നോക്കുകുത്തുകളായി മാറുമ്പോൾ കർത്താവിന്റെ ജനത്തെ സൂക്ഷിക്കണമേ. തിരിച്ചു കേരളത്തിന്റെ പരമം കടുവയുടെ ശല്യങ്ങൾ, പുലിയുടെ ശല്യങ്ങൾ, ആനയുടെ ശല്യങ്ങൾ, മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത അനവധി സംരക്ഷണങ്ങൾ കർത്താവ് ഇവിടുത്തെ ഭരണ സംവിധാന അധികാരികൾക്കും മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുക, കാട്ടിലെ മൃഗങ്ങൾ കൊടുക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ജനത്തിന്, കർത്താവ് യേശുവാഞ്ഞയുടെ ജനത്തിന് ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട കുഞ്ഞുകുട്ടി ഇവിടുത്തെ ജനത്തെ സൂക്ഷിക്കണമേ. സ്കൂളുകൾ തുറക്കുന്ന ഒറ്റയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൂട്ടമായി പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒറ്റയ്ക്ക് വഴിദൂരം കടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിശലമായ സ്ഥലത്ത് കടന്നു വരുന്നവരുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് സൂക്ഷിക്കാൻ പരിപാലിക്കാൻ ജനമേ. ഒരു ദുഷ്ടമൃഗങ്ങൾ വലിച്ചുകീറുവാൻ കടിച്ചുകീറുവട്ടേക്കാതെ അവിടെ കുടുംബങ്ങളെല്ലാം സൂക്ഷിച്ചാൽ രാത്രി
യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവേ, ദേശങ്ങളായിരിക്കുന്നവരുണ്ട്, എന്നെ സൂക്ഷിക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. സകലത്തിന്റെ നീതി കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.